തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീർന്നപ്പോൾ വിമതശല്യത്തിൽ വലഞ്ഞിരിക്കുകയാണ് മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFനും UDFനും 5 ഇടങ്ങളിൽ വിമതരുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ 10ലേറെ വാർഡിൽ UDFന് വിമത ഭീഷണിയുണ്ട്. തൃശൂരിൽ കോൺഗ്രസിനും CPMനും CPIക്കും വിമതരുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സര ചിത്രമായി ആദ്യഗണക്കിൽ 72,005 സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് മുന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ പോരിന് ചിത്രം തെളിഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യഗണക്കിൽ 72,005 സ്ഥാനാർത്ഥികൾ. സ്ത്രീകളാണ് മുന്നിൽ 37,786, പുരുഷന്മാർ 34,218. ഇത് അന്തിമ കണക്കല്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ 2 പേരും ഇക്കുറി മത്സരത്തിനുണ്ട്. തിങ്കളാഴ്ചയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ, വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം ആശ്വാസധനം, ക്ഷേമ പെൻഷൻ ഉയർത്തിയത്, വന്യമൃഗശല്യം നേരിടാനുള്ള ബിൽ എന്നിവയൊക്കെയാണ് ഇടതുമുന്നണിയുടെ മരുന്ന്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ CPM നേതാക്കളായ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാരും ജയിലിൽ കിടക്കുന്നതും, കോടതിയുടെ അഴിമതി പരാമർശവും സർക്കാർ വിരുദ്ധ വികാരവും ഒക്കെ ഉയർത്തിക്കാട്ടി വോട്ടുറപ്പിക്കാനാണ് UDF ശ്രമം. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ഭരണം പിടിക്കാനും വോട്ട് വിഹിതം കൂട്ടാനുമുള്ള തീവ്ര യത്നത്തിൽ ശബരിമല BJPക്കും ആയുധമാണ്. 1200 തദ്ദേശ സ്ഥാപനങ്ങളിലായി 23,612 വാർഡുകളാണ് സംസ്ഥാനത്താകെയുള്ളത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയിൽ ഭരണസമിതിയുടെ കാലാവധി കഴിയാത്തതിനാൽ തെരഞ്ഞെടുപ്പില്ല. ബാക്കി 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് 2 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഡിസംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 11-നും.